പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും രൂപവും മാറുന്ന VBG റാംജി ബിൽ അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം സാക്ഷാത്കരിക്കാനാണ് ശ്രമം എന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. विकसित भारत गारंटी फॉर रोजगार एंड आजीविका मिशन ग्रामीण VBG रामजी विकसित भारत जी राम जी बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए. जी राम जी. ബില്ലിനെതിരെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം രാഷ്ട്രീയ പദ്ധതിയല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. बिल पर ऑब्जेक्शन है सर. ये जो कानून है इसके तहत हमारे गरीब भाई बहनों को जो रोजगार की कानूनी गारंटी मिलती है, जो अधिकार मिलता है, वह इस योजना में मांग के आधार पर संचालित होता है. इसके साथ साथ केंद्र से इसके लिए जो पूंजी जाती है वो भी मांग पर आधारित होती है. यानी कि इस योजना के लिए जितने पैसे जहां भेजने हैं, कितने भेजने हैं, वह जमीनी परिस्थितियों पर आधारित होता है और मांग के आधार पर निर्धारित होता है. Mahatma Gandhi's vision of Ram Rajya was never a purely political program. It was a socio-economic blueprint rooted in the empowerment of villages, and his unwavering faith in Gram Swaraj was part of his vision of Ram Rajya. To remove the name Mahatma Gandhi is to strip the bill of its moral compass and its historical legitimacy, and then to have two languages in the title just to make the acronym Ji Ramji is not just a violation of Article 348 as pointed out in the previous discussion. പാർലമെന്റിന്റെ പുറത്തും മഹാത്മാഗാന്ധിയുടെ ചിത്രമുയർത്തി പ്രതിപക്ഷം ബില്ലിനെതിരെ പ്രതിഷേധിച്ചു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. ഇത് പേരുമാറ്റം മാത്രമല്ല, അടിമുടി ചട്ടങ്ങളിൽ മാറ്റമാണ്. നിയമം അപ്പാടെ മാറുന്നു എന്നതാണ് തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ അതിന് നടപടിക്രമങ്ങൾ ഉണ്ടായത്? ഇനി അടുത്ത നടപടികൾ എങ്ങനെയാണ്? അനുജ, പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം ഈ ബില്ലിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്ന് പാർലമെന്റിൽ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഈ ബില്ല് അവതരിപ്പിച്ച അതിന്റെ ടൈറ്റിൽ വായിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം ബഹളം ഉയർത്തി. എന്നാൽ അദ്ദേഹം ജി റാം ജി എന്ന ബില്ലിന്റെ ടൈറ്റിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ബില്ല് അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ DMK അംഗം TR ബാലുവാണ് പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തിയത്. ബില്ല് അവതരണത്തെ ശക്തമായി എതിർക്കുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. തുടർന്ന് പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ന് നടന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ബില്ല് അവതരണത്തെ ശക്തമായി എതിർത്ത പ്രിയങ്ക ഗാന്ധി രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അതിസാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്രയമാണ് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നും അതിന്റെ അന്തസത്തയെ തന്നെ ചോർത്തുന്നതാണ് പുതിയ ബില്ല് എന്നും തൊഴിൽ അവകാശം എന്നത് മാറ്റി അതൊരു കേന്ദ്ര പദ്ധതിയായി മാറ്റുകയാണ് ഈ ബില്ലിലൂടെ എന്നും അധികാര വികേന്ദ്രീകരണത്തിന് വിരുദ്ധമാണ് ഈ ഒരു ബില്ല് എന്നും അതുകൊണ്ട് തന്നെ ബില്ല് ഭരണഘടനാ വിരുദ്ധവും ഇത് ചർച്ച കൂടാതെ ഒരു തരത്തിലും പാസാക്കാൻ പാടില്ല, അതുകൊണ്ട് ബില്ല് പിൻവലിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഏറ്റവും ശ്രദ്ധേയം ശശി തരൂർ MP-യും ഈ ബില്ലിനെ എതിർത്ത് രംഗത്തെത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ബില്ല് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഘട്ടത്തിൽ അദ്ദേഹം സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധ ആകർഷിക്കുകയും വിവാദമാവുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ ഈ ബില്ലിന്റെ പേരുമാറ്റം സംബന്ധിച്ചുള്ള വിവാദം അത് ദൗർഭാഗ്യകരമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു. അദ്ദേഹം ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സഭയിൽ ബില്ലിനെതിരെ ശക്തമായ പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത ഈ രാമരാജ്യം എന്നുള്ളത് അതൊരു രാഷ്ട്രീയ പദ്ധതിയല്ല എന്നും ഗ്രാമങ്ങളിൽ വേരൂന്നിയ ഒരു പദ്ധതിയാണ് അത് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബില്ല് അവതരണത്തെ താൻ എതിർക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് പ്രതിപക്ഷ നിരയിൽ നിന്നും പ്രധാന നേതാക്കൾ സുപ്രിയ സുലെ, NK പ്രേമചന്ദ്രൻ, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ
നേതാക്കൾ ബില്ല് അവതരണത്തെ ശക്തമായി തന്നെ എതിർത്തു. തുടർന്നാണ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വിശദീകരണവുമായി രംഗത്തെത്തുകയും തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 വർദ്ധിപ്പിച്ച കാര്യം എടുത്തു പറയുകയുമായിരുന്നു. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്ന രാമരാജ്യം അത് സാക്ഷാത്കരിക്കാനുള്ള നീക്കമാണ് ഈ ബില്ലിന് പിന്നിൽ എന്നാണ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് പ്രതിപക്ഷം എന്നാൽ മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങി സ്പീക്കറുടെ ഡയസിനെ വളഞ്ഞ് മുദ്രാവാക്യങ്ങൾ മുഴക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി ഹമാരാ ഹേ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അതിനിടെ ബില്ല് മേശപ്പുറത്ത് വെക്കുകയും തുടർന്ന് സ്പീക്കർ സഭ 1 മണിക്കൂറിലേക്ക് പിരിയുകയുമായിരുന്നു. ഈ സഭയ്ക്ക് പുറത്ത് സഭാ കവാടത്തിലും പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും പ്രതിപക്ഷം ഗാന്ധി ചിത്രങ്ങളുമായി പ്രതിഷേധിച്ചു. മഹാത്മാഗാന്ധി ഹമാരാ ഹേ എന്ന മുദ്രാവാക്യങ്ങളുമായാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. എന്തായാലും ബില്ല് സംബന്ധിച്ചുള്ള ചർച്ച ഈ വരുന്ന ദിവസങ്ങളിൽ സഭയിൽ നടക്കും എന്ന് ഉറപ്പാണ്. ആ ഒരു ഘട്ടത്തിലും തുടർന്നുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ ഉയരും എന്നും ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. അതാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നൊരു ആവശ്യം, ഒപ്പം തന്നെ ബില്ല് പിൻവലിക്കണമെന്ന ആവശ്യം. അങ്ങനെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകും എന്നതാണ് ബൽറാം നെടുങ്ങാടി അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.